ആ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പോയ ആളുകളോട് നിങ്ങൾ സഞ്ചരിച്ച ഒരു സഞ്ചാരപാതയും നിങ്ങൾ മുറിച്ചു കടന്നിട്ടില്ല, നിങ്ങളൊരു യാത്രയും ചെയ്തിട്ടില്ല, ഇല്ല കാനു മഅക്കും, അവർ നിങ്ങളുടെ കൂടെ ഇല്ലാതെ. അപ്പൊ സ്വഹാബികൾ ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ വഹും ബിൽ മദീന, അവർ മദീനയിലല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ വഹും ബിൽ മദീന, അവർ മദീനയിൽ തന്നെയാണ്. ഹബസഹുമുൽ ഉസ്റു, അവരെ ചില ഒഴി കഴിവുകളാണ് അവരെ തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത് പോലെയുള്ള കൂലി ആ മദീനയിൽ താമസിക്കുന്ന ആളുകൾക്കുമുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തൊരു നല്ല കർമ്മം നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ആ ചിന്തിക്കുന്നതിന്, നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ശരിയായൊരു നീയത്തുണ്ട് എങ്കിൽ അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് കൂലിയുണ്ട്, അത് ചെയ്തതുപോലെയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം, സത്യസന്ധമായ ഒരു നീയത്ത് ആ കർമ്മത്തിന് നമുക്കുണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത് ഹുദൂറ മജാലിസിൽ ഇൽമി ഫിൽ മസ്ജിദി, പള്ളിയിൽ അറിവിന്റെ സദസ്സിൽ ഹാജരാവുക. പള്ളിയിൽ ദീനിയായ പഠനങ്ങൾ നടക്കുന്നുവെങ്കിൽ ആ പഠനം നടക്കുന്നിടത്തേക്ക് അത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരാൾ രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ, ഒരു നന്മ പഠിക്കുകയല്ലാതെ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല, ഔ യുഅല്ലിമുഹു, അല്ലെങ്കിൽ ആളുകളെ പഠിപ്പിക്കുക, കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹിജ്ജതുഹു, അയാൾക്ക് ഒരു ഹാജി നിർവഹിച്ച ഹജ്ജിന്റേത് പോലെയുള്ള പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അല്ലെ. ഇപ്പൊ ശനിയാഴ്ച ഇവിടെ QHLS നടക്കുന്നതിന്റെ രാവിലെയാണ്. സുബൈക്ക് നമ്മൾ പുറപ്പെടുമ്പോ പള്ളിയിലേക്ക് നമ്മള് നിസ്കരിക്കാനുള്ള ഒരു നീയത്തുള്ളതോടൊപ്പം തന്നെ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാനുള്ള ഒരു നീയത്ത് കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഈ പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അൽ ഖുറൂജു ഇലൽ മസ്ജിദി ലിഅദാഇ സ്വലാത്തിൻ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടാനാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് 5 വഖത്ത് നമസ്കാരത്തിന് നമ്മൾ പുറപ്പെടുന്നുവെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 558 ഹദീസായി നമുക്ക് വായിക്കാൻ സാധിക്കും. മൻ ഖറജ മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, എങ്ങനെ? മുതത്വഹിറൻ,